നമസ്കാരം. സനാതന ധർമ്മത്തെ പറ്റി നടത്തിയ വിവാദ പരാമർശത്തിൽ തമിഴ്നാടിന്റെ യുവജന കായികക്ഷേമ വകുപ്പ് മന്ത്രിയും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിന് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് കോടതി. ബീഹാറിലെ പാട്നയിലെ MP-മാർക്കും MLA-മാർക്കും എതിരായ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ഉദയനിധിക്കെതിരെ സമൻസ് അയച്ചിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. കേസിന്റെ വിചാരണയ്ക്ക് ഫെബ്രുവരി 13-ന് കോടതി മുൻപാകെ ഹാജരാവണമെന്നാണ് ഈ സമൻസിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉദയനിധിക്കെതിരെ 2 പെറ്റീഷനുകളായിരുന്നു ഈ പാട്നയിലെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. ഒന്ന് മഹാവീർ മന്ദിർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയായ കിഷോർ കുണാൽ ആയിരുന്നു. മറ്റൊന്ന് പാട്ന ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ കൗശലേന്ദ്ര നാരായൺ നൽകിയ ഒരു പെറ്റീഷൻ ആയിരുന്നു. എന്തായാലും സനാതന ധർമ്മത്തെ പറ്റി ഒരു വിവാദ പരാമർശം നടത്തിയതിനെ തുടർന്ന് DMKയും അതിനോടൊപ്പം തന്നെ ഉദയനിധിയും വെട്ടിലായിരുന്നു. അതിന്റെ എല്ലാ ഓളങ്ങളും അടങ്ങിയിരുന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഇപ്പോൾ പാട്ന കോടതിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട നീക്കമുണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, അന്ന് ഉദയനിധി സ്റ്റാലിൻ അത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തിയതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന്റെ അമ്മയും സ്റ്റാലിന്റെ ഭാര്യയുമായ ദുർഗ സ്റ്റാലിൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അവർ അവിടേക്ക് ഒരു സ്വർണ്ണ കിരീടം ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ദുർഗ സ്റ്റാലിൻ DMK കുടുംബത്തിലെ അംഗമാണ് എങ്കിൽ പോലും ഒരു കടുത്ത വിശ്വാസിയാണ്. അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുന്നതിനുള്ള ക്ഷണം ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അവർ അക്ഷരം ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ 2 നിലപാടുകൾ, ഇതിലേതാണ് പൊള്ള എന്ന് തിരിച്ചറിയാനാവാത്ത വിധം തന്നെയാണ് DMK മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദുർഗ സ്റ്റാലിൻ അയോധ്യയിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ദുർഗ സ്റ്റാലിൻ അയോധ്യയിൽ പോയാലും ഇല്ലെങ്കിലും ഉദയനിധി സ്റ്റാലിന് പാട്ന ഹൈക്കോടതിയിൽ ഹാജരാവേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.